ബോളിവുഡ് താരം കങ്കണ റണാവത്ത് സംവിധാനം ചെയ്ത് മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രം ജനുവരി 17-ന് തിയേറ്ററിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. അതിനിടെ ചിത്രത്തിലെ ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴിതാ സെൻസർ ബോർഡിന്റെ ഈ നിർദ്ദേശത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കങ്കണ. ഒരു സംവിധായിക എന്ന നിലയിൽ ചിത്രത്തിലെ മുഴുവൻ രംഗങ്ങളും പ്രദർശിപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് അവർ പറഞ്ഞു. എന്നാൽ സെൻസർ ബോർഡിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതായും IANS-നോട് അവർ വ്യക്തമാക്കി. ചിത്രത്തിലെ മുഴുവൻ രംഗങ്ങളും പുറത്തിറക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ രംഗങ്ങൾ നീക്കുന്നതിൽ പ്രശ്നങ്ങളില്ല. ആരെയും പരിഹസിക്കാനല്ല സിനിമ എടുത്തത്. ചരിത്രത്തിന്റെ ഭാഗമായുള്ള ചില രംഗങ്ങളെ മുഴുവനായി നീക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് സിനിമയെ ബാധിക്കില്ല. ദേശസ്നേഹമാണ് സിനിമയുടെ സന്ദേശം. അതിനാൽ രംഗങ്ങൾ നീക്കം ചെയ്തത് വലിയ രീതിയിൽ ബാധിക്കില്ലെന്നും അത് ചെയ്തതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധിയെ വേഷമിടുന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രമായ എമർജൻസി കാണാൻ പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിച്ച് കങ്കണ റണാവത്ത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രധാന കഥാപാത്രമായി വരുന്ന സിനിമയുടെ സംവിധാനവും കഥയും ഒരുക്കിയിരിക്കുന്നത് നടി കങ്കണ റണാവത്ത് തന്നെയാണ്. പാർലമെന്റിൽ പ്രിയങ്കയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കങ്കണ തന്റെ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് ഈ സിനിമ ഉറപ്പായും ഇഷ്ടപ്പെടുമെന്നും കങ്കണ പറഞ്ഞു. വളരെ സ്നേഹത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ അഭ്യർത്ഥന സ്വീകരിച്ചതെന്നും സിനിമ കാണാൻ ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയതായി കങ്കണ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ക്യാമറയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടെന്നും വളരെ ശ്രദ്ധയോടെയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നും കങ്കണ വ്യക്തമാക്കി. മിസിസ് ഗാന്ധിയെ മാന്യമായി അവതരിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും കങ്കണ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ വൈകിയത് കാരണം പലതവണ റിലീസ് മാറ്റിയ ചിത്രമാണ് എമർജൻസി. സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കാൻ ഏകദേശം 13 മാറ്റങ്ങളാണ് നേരത്തെ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. ചിത്രം 2015 ജനുവരി 17 ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിനാണ്. ആദ്യമായി കങ്കണ സ്വതന്ത്ര സംവിധായികയാവുന്ന ചിത്രം നിർമ്മിക്കുന്നത് മണികർണിക ഫിലിംസ് ആണ്. റിതേഷ് ചായയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. അനുപം ഖേർ ആണ് ചിത്രത്തിൽ ജയപ്രകാശ് നാരായണായി എത്തുന്നത്.